everyone, welcome back to Xylem. Welcome back to the world of English. നിങ്ങളുടെ സ്വന്തം നാച്ചു സാറാണ്. Disclaimer: this is not a geography class, but still, let me ask you this very simple question. Where is Russia? ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായിട്ടുള്ള റഷ്യ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് സ്പോട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ? പറ്റുന്നില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. വേൾഡ് മാപ്പിൽ അല്ലെങ്കിൽ ഒരു ഗ്ലോബ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെയാണ് റഷ്യ വരുന്നത്. ദിസ് ഇസ് ദ ലാർജസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്. റഷ്യയുടെ ക്യാപിറ്റൽ ഏതാണെന്നറിയോ നിങ്ങൾക്ക്? യെസ്, മോസ്കോ ആണ്. അത് എവിടെയുള്ളതെന്നറിയോ നിങ്ങൾക്ക്? റഷ്യയുടെ ഏകദേശം ഈ ഭാഗത്താണ് റഷ്യയുടെ ക്യാപിറ്റലായിട്ടുള്ള മോസ്കോ കിടപ്പുള്ളത്. വീണ്ടും നിങ്ങൾ ആലോചിക്കുന്ന ചോദ്യം, സാർ നിങ്ങൾ വാൻക പഠിപ്പിക്കാൻ വന്നിട്ട് എന്തിനാണ് റഷ്യയെക്കുറിച്ച്, ജോഗ്രഫിയെക്കുറിച്ച്, ഗ്ലോബിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത്? ഐ ഹാവ് എ വെരി സോളിഡ് റീസൺ. കാരണം നമ്മൾ പഠിക്കാൻ പോകുന്ന വാൻക എന്ന് പറഞ്ഞ ചാപ്റ്റർ നടക്കുന്നത് ഈ പറയുന്ന റഷ്യ എന്ന് പറഞ്ഞ രാജ്യത്തെ മോസ്കോ എന്ന് പറഞ്ഞ അവരുടെ പട്ടണത്തിലാണ്, അല്ലെങ്കിൽ അവരുടെ ക്യാപിറ്റൽ സിറ്റിയിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഇൻഫർമേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ആൻഡ് ആരാണ് ഈ കഥ എഴുതിയതെന്നറിയോ നിങ്ങൾക്ക്? ഈ കഥ എഴുതിയത്, ഈ ഷോർട്ട് സ്റ്റോറി എഴുതിയ ആളുടെ പേര് ആന്റൺ ചെക്കോവ് എന്നാണ്. എന്താണ്? ആന്റൺ ചെക്കോവ് എന്നാണ്. ഹു ഇസ് ആന്റൺ ചെക്കോവ്? ആന്റൺ ചെക്കോവ് ഈസ് വൺ ഓഫ് ദി ഫോർമോസ്റ്റ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ലിറ്ററേച്ചർ. ലോക സാഹിത്യ ചരിത്രത്തിലെ, ലോക ചെറുകഥാ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാരിൽ ഒരാളാണ് ആന്റൺ ചെക്കോവ്. അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷോർട്ട് സ്റ്റോറിയാണ് ഇത് വാൻക എന്ന് പറയുന്നത്. ഓക്കെയാണ്. അടുത്തത്, നമ്മൾ വാൻക എന്നാണല്ലോ പറഞ്ഞത്. ആരാണ് ഈ വാൻക? വാൻക എന്ന് പറയുന്നത് ഈ കഥയിലെ, ഈ ഷോർട്ട് സ്റ്റോറിയിലെ സെൻട്രൽ ക്യാരക്ടറാണ്, അല്ലെങ്കിൽ ഈ കഥയിലെ പ്രോട്ടഗോണിസ്റ്റ് ആണ്. ആര്? വാൻക. ആൻഡ് ഫോർ യുവർ ഇൻഫർമേഷൻ, വാൻകയ്ക്ക് 9 വയസ്സേ ഉള്ളൂ. വാൻകയ്ക്ക് 9 വയസ്സേ ഉള്ളൂ, 4ാം ക്ലാസ്സുകാരൻ്റെ പ്രായമേ ഉള്ളൂ. ആൻഡ് ഹീസ് ആൻ ഓർഫൺ. ഓർഫൺ, അനാഥനായിട്ടുള്ള, അച്ഛനും അമ്മയും ഒന്നും ഇല്ലാത്ത ഒരു ബാലനാണ് നമ്മുടെ വാൻക എന്ന് പറഞ്ഞ സെൻട്രൽ ക്യാരക്ടർ അല്ലെങ്കിൽ പ്രോട്ടഗോണിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെയാണ്. അടുത്തത്, വാൻക എന്ന് പറഞ്ഞ ഈ കഥ നടക്കുന്നത് ഒരൊറ്റ ദിവസമാണ്. യെസ്, യു ഹേർഡ് മീ റൈറ്റ്, ഒറ്റ ദിവസം. എപ്പോഴാണെന്നറിയോ? ആക്ച്വലി ഈ കഥ നടക്കുന്നത് ഏത് സെഞ്ച്വറിയിലാണ് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇതൊരു 18th സെഞ്ച്വറിയിൽ, 18ാം നൂറ്റാണ്ടിൽ നടന്ന കഥയാണ്. സോ നമുക്കിതിൻ്റെ ടൈം ഫ്രെയിമിനെ കുറിച്ച് ഒന്ന് സംസാരിക്കാം. സോ 18th സെഞ്ച്വറിയിൽ, 18ാം നൂറ്റാണ്ടിൽ നടക്കുന്ന ഒരു കഥയാണിത്. ആൻഡ് ഏത് ദിവസമാണ് ഈ കഥ നടക്കുന്നത്? ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരൊറ്റ ദിവസം. ഏത് ദിവസമാണെന്നറിയോ? ഒരു ക്രിസ്മസ് ഈവിനാണ്. എന്താണ് ക്രിസ്മസ് ഈവ് എന്ന് പറഞ്ഞാൽ? ഡിസംബർ മാസം 24-ാം തീയതി റഷ്യയുടെ ക്യാപിറ്റലായിട്ടുള്ള മോസ്കോയിലെ ഒരു വീട്ടിൽ, ഒരു അലിയാക്കിൻ എന്ന് പറഞ്ഞ ഒരാളുടെ വീട്ടിലാണ് ഈ കഥ നടക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കുക. അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം, എപ്പോഴും ഈ ഡിസംബർ 24 ക്രിസ്മസ്, വിൻ്റർ എന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ, കേരളത്തിലെ വിൻ്ററിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കരുത്. യൂറോപ്യൻ കൺട്രീസിലെ, പ്രത്യേകിച്ച് റഷ്യ പോലുള്ള രാജ്യത്തെ ക്രിസ്മസ് അല്ലെങ്കിൽ വിൻ്റർ എന്ന് പറയുന്നത് ഇത്രയും ഇൻറ്റൻസ് ആണ്, ഇതിലും ഇൻറ്റൻസ് ആണ്. ഓക്കെ, അങ്ങനെ മഞ്ഞ് മൂടിക്കിടക്കുന്ന ഭയങ്കര തണുപ്പുള്ള ഒരു ഡിസംബർ മാസം 24-ാം തീയതി ക്രിസ്മസ് ഈവിന്, ക്രിസ്മസ് ദിവസം തലേന്നാണ് നമ്മുടെ കഥ നടക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിൽ വെക്കുക. ഓക്കെയാണ്, റെഡിയാണ്. ഇനി അടുത്തൊരു വളരെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്കാണ് ഞാൻ പോകുന്നത്. ഇത് ഞാൻ നിങ്ങൾക്ക് വരച്ച് പഠിപ്പിച്ചു തരുന്നത് നിങ്ങൾക്ക് അത്രമേൽ ക്ലാരിറ്റിയോടുകൂടെ മനസ്സിലാവണം എന്നുള്ള നിർബന്ധം എനിക്കുള്ളത് കൊണ്ടാണ്. നമ്മുടെ ഈ കഥ നടക്കുന്നത് എവിടെയാണെന്ന് ഞാൻ പറഞ്ഞത്? നമ്മുടെ കഥ നടക്കുന്നത് മോസ്കോയിലാണ്. എവിടെയാണ്? മോസ്കോയിലാണ്. ഏത് സമയത്താണ്? പറഞ്ഞ് എൻ്റെ കൂടെ പറഞ്ഞേ. യെസ്, ഒരു ക്രിസ്മസ് ഈവിനാണ്. എപ്പോഴാണ്? നമ്മുടെ കാലഘട്ടത്തിലാണോ? ഇന്നലെയൊക്കെ നടന്ന കഥയാണോ? അതല്ല, ഇതൊരു 18th സെഞ്ച്വറിയിൽ നടന്ന കഥയാണ്. സോ മോസ്കോയിൽ 18th സെഞ്ച്വറിയിൽ നടന്ന ഒരു കഥയാണ് നമ്മൾ വായിക്കുന്നത്. മോസ്കോയിൽ എവിടെയാണ് നമ്മുടെ കഥ നടക്കുന്നതെന്ന് അറിയോ? മോസ്കോയിൽ നമ്മുടെ കഥ നടക്കുന്നത് ഒരു വീട്ടിലാണ്. എവിടെയാണ്? ഒരു വീട്ടിലാണ്. ഞാൻ നന്നായിട്ട് ചിത്രം വരയ്ക്കും എന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, എന്നാലും ഒന്നുകൂടെ കണ്ടോളൂ. സോ ആ വീട് ആരുടെ വീടാണ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ വീട് അലിയാക്കിൻ എന്ന് പറഞ്ഞ ആളുടെ വീടാണ്. സോ മോസ്കോയിൽ നമ്മുടെ കഥ നടക്കുന്നത് ആരുടെ വീട്ടിലാണ്? അലിയാക്കിൻ്റെ വീട്ടിലാണ്. എപ്പോഴാണ് കഥ നടക്കുന്നത് ഞാൻ പറഞ്ഞു. ഇനി അലിയാക്കിൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. അലിയാക്കിൻ്റെ വീട്ടിൽ ഉറപ്പായിട്ടും ആരുണ്ട്? അലിയാക്കിൻ ഉണ്ട്.
ദെൻ അലിയാക്കിൻ്റെ ഭാര്യയുണ്ട്. നമുക്ക് തൽക്കാലം ആ സ്ത്രീയെ മിസ്ട്രസ് എന്ന് വിളിക്കാം. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. ഇനി അവിടെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ കൂടെയുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആൾ. ആരാണ്? വാൻകയാണ്. ഇവരെ കൂടാതെ ഒരു സെറ്റ് ഓഫ് ടീം ആളുകൾ കൂടെയുണ്ട്. അത് സീനിയർ അപ്രന്റൈസസ് ആണ്. ആരാണ്? സീനിയർ അപ്രന്റൈസസ് ആണ്. ഞാൻ പറയുന്നൊന്ന് കൃത്യമായിട്ട് കേട്ടോളൂ. വാൻക ആരാണ്? വാൻക അപ്രന്റൈസ് ആണ്. വാൻക ആരാണ്? അപ്രന്റൈസ് ആണ്. അലിയാക്കിൻ വാൻകയുടെ ആരാണ്? മാസ്റ്ററാണ്. അലിയാക്കിൻ വാൻകയുടെ ആരാണ്? മാസ്റ്ററാണ്. കൃത്യമായി കേട്ടോളൂ. അലിയാക്കിൻ എന്ന് പറയുന്നത് ഒരു ഷൂ മേക്കറാണ്. അലിയാക്കിൻ ആരാണ്? അലിയാക്കിൻ ഒരു ഷൂ മേക്കറാണ്. ആരാണ്? ഷൂ മേക്കറാണ്. സോ പണ്ടത്തെ കാലത്ത് നിങ്ങൾക്കൊരു തൊഴിൽ പഠിക്കണമെങ്കിൽ, ഇന്നത്തെ കാലത്ത് എളുപ്പമാണ്. യൂട്യൂബിൽ എന്തുണ്ട്? ട്യൂട്ടോറിയൽ വീഡിയോസ് ഉണ്ട്. അല്ലെങ്കിൽ ചാറ്റ് ജി പി ടിയോട് പറഞ്ഞു കഴിഞ്ഞാൽ ചാറ്റ് ജി പി ടി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിപ്പിച്ചു തരും. എന്നാൽ അന്ധകാലത്ത്, പഴയ കാലത്ത് നിങ്ങൾക്കൊരു ജോലി പഠിക്കണമെങ്കിൽ ആ ജോലിയിൽ ഓൾറെഡി എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളുടെ കീഴിൽ നിങ്ങൾ തൊഴിൽ അഭ്യസിക്കണം. അങ്ങനെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളെ കീഴിൽ നിങ്ങൾ തൊഴിൽ അഭ്യസിക്കുകയാണെങ്കിൽ നിങ്ങൾ തൊഴിൽ പഠിതാവാണ്. സോ ഒരു ട്രെയിനിയാണ്. സോ അതിനുള്ള വേർഡാണ് എന്താ? അപ്രന്റീസ് എന്ന് പറയുന്നത്. സോ വാൻക എന്ന് പറയുന്ന 9 വയസ്സുകാരൻ പയ്യൻ അലിയാക്കിൻ എന്ന് പറഞ്ഞ മാസ്റ്ററിൻ്റെ തൊഴിൽ പഠിപ്പിക്കുന്ന ആളുടെ എന്താണ്? അപ്രന്റീസ് ആണ്. എനിക്ക് മനസ്സിലായല്ലോ. എന്ത് പഠിക്കാനാണ് വാൻക അലിയാക്കിൻ്റെ വീട്ടിൽ താമസിക്കുന്നത്? ഷൂ മേക്കിംഗ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അലിയാക്കിൻ്റെ വീട്ടിൽ അലിയാക്കിൻ കൂടാതെ അലിയാക്കിൻ്റെ ഭാര്യ, മാസ്റ്ററിൻ്റെ ഭാര്യ ആയതുകൊണ്ടാണ് നമ്മൾ മിസ്ട്രസ് എന്ന് വിളിക്കുന്നത്. ദെൻ സീനിയർ അപ്രന്റൈസസ് ഉണ്ട്. അതായത് വാൻക കൂടാതെ വാൻകയ്ക്ക് മുമ്പേ തൊഴിൽ പഠിക്കാൻ വന്ന, ഷൂ മേക്കിംഗ് പഠിക്കാൻ വന്ന വാൻകയേക്കാൾ മുതിർന്ന ചെക്കന്മാരുണ്ട്. സോ അവരെ നമുക്ക് എന്ത് വിളിക്കാം? സീനിയർ അപ്രന്റീസസ് എന്ന് വിളിക്കാം. ആൻഡ് ദാറ്റ് ബെക്സ് ആൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. സാർ, എങ്ങനെയാണ് 9 വയസ്സുള്ള വാൻക തൊഴിൽ പഠിക്കാൻ വേണ്ടി വരിക? ഇല്ലടാ, അവിടെയാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്. ഈ കഥ നടക്കുന്നത് മോസ്കോയിലാണെങ്കിലും ഈ കഥയിൽ കുറച്ച് ഫ്ലാഷ് ബാക്സ് ഉണ്ട്. ആ ഫ്ലാഷ് ബാക്ക് മുഴുവൻ നടക്കുന്നത് എവിടെയാണ്? ഒരു വില്ലേജിലാണ്. റഷ്യയിൽ തന്നെയുള്ള, മോസ്കോയ്ക്ക് ദൂരെയുള്ള ഒരു വില്ലേജിൽ കൂടെ ഈ കഥ നടക്കുന്നുണ്ട്. ആ വില്ലേജിൽ എവിടെയാണ് കഥ നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ചിത്രം വരയ്ക്കും. വില്ലേജിൽ ഈ കഥ നടക്കുന്നത് ഒരു എസ്റ്റേറ്റിലാണ്. വില്ലേജിൽ ഈ കഥ നടക്കുന്നത് എവിടെയാണ്? ഒരു എസ്റ്റേറ്റിലാണ്. ആ എസ്റ്റേറ്റ് സിവറേവ്സ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ, അല്ലെങ്കിൽ ഒരു തറവാട്ടുകാരുടെയാണ്. നമുക്ക് അവരെ, ആ എസ്റ്റേറ്റ് നമുക്ക് എന്ത് വിളിക്കാം? സിവറേവ്സ് അല്ലെങ്കിൽ ഷിവറേവ്സ് എസ്റ്റേറ്റ് എന്ന് വിളിക്കാം. ഓക്കെയാണ്? എന്ത് എസ്റ്റേറ്റ് ആണ്? ഷിവറേവ്സ് എസ്റ്റേറ്റ്. ഇത് കാണുന്നില്ലല്ലേ? എന്ത് എസ്റ്റേറ്റ് ആണ്? ഷിവറേവ്സ് എസ്റ്റേറ്റ് ആണ്. ഓക്കെ, ഇനി ഞാൻ പറയുന്നത് കൃത്യമായിട്ട് കേട്ടോളേ. ഷിവറേവിൻ്റെ എസ്റ്റേറ്റിൽ ഈ കഥ തുടങ്ങുന്നതിൻ്റെ ഒരു 3 മാസം മുമ്പ്, 4 മാസം മുമ്പ് അവിടെയാണ് ആര് താമസിച്ചിരുന്നത്? വാൻക താമസിച്ചിരുന്നത്. ആര് താമസിച്ചിരുന്നത്? വാൻക താമസിച്ചിരുന്നത്. വാൻക മാത്രമല്ല, വാൻകയുടെ കൂടെ ആരുണ്ടായിരുന്നു? വാൻകയുടെ അമ്മ ഉണ്ടായിരുന്നു. വാൻകയുടെ അമ്മയുടെ പേര് പെലഗയ എന്നാണ്. എന്താണ്? പെലഗയ എന്നാണ് നമുക്ക് പറയാം. പക്ഷെ ഇപ്പോൾ തൽക്കാലം ഓർമ്മിച്ച് നോക്കുക. വാൻകയുടെ അമ്മ ഉണ്ടായിരുന്നു. പിന്നെ ആരുണ്ടായിരുന്നു? വാൻകയുടെ ഗ്രാൻഡ് ഫാദർ ഉണ്ടായിരുന്നു. വാൻകയുടെ ആരുണ്ടായിരുന്നു? ഗ്രാൻഡ് ഫാദർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് കോൺസ്റ്റാന്റിൻ മാക്രിച്ച് എന്നാണ്. പക്ഷെ നമുക്കിപ്പോൾ അത് വേണ്ട, ഇത്രയും പേരുണ്ടായിരുന്നു. സോ ഇവർ 3 പേരും, ഇവർ 2 പേരും, വാൻകയുടെ അമ്മയും വാൻകയുടെ ഗ്രാൻഡ് ഫാദർ ആയിട്ടുള്ള കോൺസ്റ്റാന്റിൻ മാക്രിച്ചും ഷിവറേവിൻ്റെ എസ്റ്റേറ്റിലെ ജോലിക്കാരായിരുന്നു. അമ്മ മെയ്ഡായിരുന്നു, അടുക്കള ജോലിക്കാരിയായിരുന്നു. മുത്തശ്ശൻ, ഗ്രാൻഡ് ഫാദർ, അവിടുത്തെ എസ്റ്റേറ്റിലെ നൈറ്റ് വാച്ച്മാൻ, രാത്രി കാവൽക്കാരനായിരുന്നു. ഓക്കെയാണ്? അങ്ങനെ കഥ തുടങ്ങുന്നതിൻ്റെ, നമ്മുടെ വാൻക എന്ന് പറഞ്ഞ കഥ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു 3 മാസം മുമ്പ് നമ്മുടെ വാൻകയുടെ അമ്മ പെലഗയെ എന്ത് ചെയ്യുന്നു? മരിക്കുന്നു. വാൻകയുടെ അമ്മ പെലഗയെ എന്ത് ചെയ്യുന്നു? മരിച്ചു പോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ തറവാട്ടിൽ വാൻകയെ നോക്കാൻ വേറെ ആരുമില്ല. ഇവിടെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരാളുടെ പേര് എനിക്ക് നന്നായിട്ട് അറിയാം. ആ സ്ത്രീയുടെ പേര് ഓൾഗ എന്നാണ്. ഓക്കെ, അതായത് ഈ ഷിവറേവ് ഫാമിലിയിലെ മറ്റൊരു മെമ്പർ ഉണ്ട്. ആ മെമ്പറിൻ്റെ പേര് ഓൾഗ ഇഗ്നറ്റിവേന എന്നാണ്. ഓൾഗ ആരാണ്? ഓൾഗ ഈ ഷിവറേവ് ഫാമിലിയിലൊരു മെമ്പറാണ്. ഓൾഗയ്ക്ക് വാൻകയെ വലിയ ഇഷ്ടമായിരുന്നു. വാൻകയെ ഒരുപാട് എഴുതാനും വായിക്കാനും ഡാൻസ് ചെയ്യാനൊക്കെ പഠിപ്പിച്ചത് ഓൾഗയാണ്. പക്ഷെ അമ്മ മരിച്ചപ്പോൾ പിന്നെ മുത്തശ്ശന് മാത്രം ആരെ നോക്കാൻ പറ്റിയില്ല, വാൻകയെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ ഈ വൃദ്ധനായിട്ടുള്ള 60ഓളം വയസ്സ് പ്രായമുള്ള നമ്മുടെ ഗ്രാൻഡ് ഫാദർ വാൻകയെ എന്ത് ചെയ്യുന്നു? വാൻകയെ
എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ എന്ന് വിചാരിച്ച് ഒരു തൊഴിൽ പഠിപ്പിക്കാൻ വേണ്ടി എങ്ങോട്ട് കൊണ്ടാക്കുന്നു? അലിയാക്കിൻ്റെ വീട്ടിൽ കൊണ്ടാക്കുന്നു. ഇവിടെയാണ് നമ്മുടെ കഥ തുടങ്ങുന്നത്. നമ്മുടെ കഥ തുടങ്ങുമ്പോൾ മുത്തശ്ശൻ വാൻകയെ തൊഴിൽ പഠിപ്പിക്കാൻ വേണ്ടി അലിയാക്കിൻ്റെ വീട്ടിലെത്തിച്ചിട്ട് എത്ര മാസമായിട്ടേ ഉള്ളൂ? 3 മാസമായിട്ടേ ഉള്ളൂ. പക്ഷേ വാൻക had to face a terrible life at അലിയാക്കിൻസ് ഹൗസ്. അലിയാക്കിൻ്റെ വീട്ടിൽ വളരെ ടെറിബിൾ ആയിട്ടുള്ള, മിസറബിൾ ആയിട്ടുള്ള ഒരു ജീവിതമാണ് വാൻക എന്ന് പറഞ്ഞ 9 വയസ്സുകാരൻ നയിക്കേണ്ടി വന്നത്. ഹിസ് ലൈഫ് വാസ് വേഴ്സ് ദാൻ എ ഡോഗ്സ്. ഒരു പട്ടിയുടെ, ഒരു നായയുടെ ജീവിതത്തെക്കാൾ ബുദ്ധിമുട്ടായിരുന്നു അലിയാക്കിൻ്റെ വീട്ടിൽ. വാൻകയുടെ അത്രയും ദുരിതങ്ങളായിരുന്നു. സോ വാൻക ഡിസൈഡഡ് ടു റൈറ്റ് എ ലെറ്റർ ടു ഹിസ് ഗ്രാൻഡ് ഫാദർ ഇൻ ദ വില്ലേജ് ടു ഇൻഫോം അബൌട്ട് ദ മിസറീസ് ഹി ഈസ് ഫേസിങ് ഇൻ അലിയാക്കിൻസ് ഹൗസ്. അല്ലേ, അലിയാക്കിൻ്റെ വീട്ടിൽ ഫേസ് ചെയ്യുന്ന ദുരിതങ്ങളെക്കുറിച്ച് വാൻക, 9 വയസ്സുകാരനായ വാൻക ആർക്ക് കത്തെഴുതാൻ തീരുമാനിക്കുന്നു? മുത്തശ്ശന്, ഗ്രാമത്തിലുള്ള, വില്ലേജിലുള്ള മുത്തശ്ശനെ കത്തെഴുതാൻ തീരുമാനിക്കുന്നു. അവിടെയാണ് നമ്മുടെ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ആ കഥ അത്രമേൽ ഗംഭീരമായി, സിസ്റ്റമാറ്റിക്കായി, സിമ്പിളായി ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോവാണ്. ഇത്രയും കാര്യം മനസ്സിലായെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറന്നു പോകരുത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. സോ ഇപ്പോൾ നിങ്ങൾക്ക് വാൻക എന്ന് പറഞ്ഞ സ്റ്റോറിയെക്കുറിച്ച് വളരെ കൃത്യമായിട്ടൊരു ബേസ് ഉണ്ട്, ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. ആൻഡ് ഇനി നമ്മൾ ആ കഥയെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അൺടാങ്കിൾ ചെയ്യാൻ വേണ്ടി പോവാണ്. നിങ്ങൾ ഇതുവരെ പഠിച്ചതുപോലെയല്ല, അത്രമേൽ സിമ്പിളായി, സിസ്റ്റമാറ്റിക്കായി നമ്മൾ ആ കഥയെ അൺടാങ്കിൾ ചെയ്യുന്നു, അതിൻ്റെ കുരുക്കഴിച്ച് അതിനെങ്ങനെയാണ് ഓർഡറിൽ പഠിക്കേണ്ടത് എന്ന് നാച്ചു സാർ നിങ്ങളെ പഠിപ്പിക്കാൻ പോവാണ്. സോ റെഡി ആയിട്ടിരിക്കുക, അടിപൊളിയായിട്ടിരിക്കുക. ആൻഡ് ഹിയർ വി ഗോ. ആദ്യത്തെ കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത്, നമ്മൾ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ഇതൊക്കെ കണക്ഷൻ ഉണ്ട്, അതുകൊണ്ട് ഇനി എളുപ്പമാണ് പരിപാടി. വാൻക വാസ് എ 9-year-old ഓർഫൻ ബോയ്. ഞാൻ പറഞ്ഞു, വാൻക 9 വയസ്സുള്ള ഒരു അനാഥ ബാലനാണ്. ഹി വാസ് അപ്രന്റൈസ്ഡ് ടു ദ ഷൂ മേക്കർ അലിയാക്കിൻ. ഞാൻ പറഞ്ഞു, അപ്രന്റൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, അപ്പോയിൻറ്റഡ് ആസ് ആൻ അപ്രൻറ്റിസ്. അപ്പോൾ എന്താ അപ്രൻറ്റിസ് എന്ന് പറഞ്ഞാൽ? അപ്രൻറ്റിസ് എന്ന് പറഞ്ഞാൽ ഒരു തൊഴിൽ പഠിക്കാൻ വേണ്ടി ഒരാളുടെ കീഴിൽ ജോയിൻ ചെയ്യുക. സോ തൊഴിൽ പഠിതാവ് അല്ലെങ്കിൽ ട്രെയിനി എന്നൊക്കെയാണ് അപ്രൻറ്റിസ് എന്ന് പറഞ്ഞ വേർഡിൻ്റെ മീനിങ്. സോ വാൻക എന്ന് പറയുന്ന 9 വയസ്സുള്ള ഓർഫൻ ബോയ് അലിയാക്കിൻ എന്ന് പറഞ്ഞ ഷൂ മേക്കറുടെ കീഴിൽ അപ്രൻറ്റിസായിട്ട് ജോയിൻ ചെയ്തിട്ട് 3 മാസമായിട്ടേ ഉള്ളൂ. ഇറ്റ് വാസ് ഓൺലി 3 months സിൻസ് ഹി റീച്ച്ഡ് ദ ഷൂ മേക്കേഴ്സ് ഹൗസ് ഇൻ മോസ്കോ. സോ നമ്മുടെ കഥ നടക്കുന്നത് എവിടെയാണ്? നമ്മുടെ കഥ നടക്കുന്നത് മോസ്കോയിലാണ്. ഓക്കെ, നമ്മളിത് വരച്ചു, ഇതാണ് നമ്മൾ വരച്ചത് അല്ലേ? സോ മോസ്കോയിലാണ്. ഓക്കെ, റെഡി? കാര്യം മനസ്സിലായല്ലോ? ഇനി ഇങ്ങോട്ട് വാ. His grandfather, Konstantin Makaric, sent Vanka to Moscow after Vanka's mother, Pelageya's death. ഓക്കെ, പെലഗേയ എന്ന് പറഞ്ഞ വാൻകയുടെ അമ്മയുടെ മരണത്തിന് ശേഷമാണ് ഗ്രാൻഡ് ഫാദർ ആയിട്ടുള്ള കോൺസ്റ്റാന്റിൻ മാക്കറിച്ച് വാൻകയെ എങ്ങോട്ടേക്ക് അയച്ചത്? മോസ്കോയിലേക്ക് ഷൂ മേക്കിംഗ് പഠിപ്പിക്കാൻ വേണ്ടി അയച്ചത്. സോ വാൻകയുടെ അമ്മയുടെ പേരൊന്ന് ഓർമ്മിച്ച് വെക്കുക, എന്താണ്? പെലഗേയ എന്നാണ്. ഓക്കെ ആണ്. അടുത്തത്, ബട്ട് ഹിസ് ലൈഫ് ഇൻ മോസ്കോ അറ്റ് ദ ഷൂ മേക്കേഴ്സ് ഹൗസ് വാസ് വേഴ്സ് ദാൻ എ ഡോഗ്സ്. അല്ലെ, ഷൂ മേക്കർ ആയിട്ടുള്ള അലിയാക്കിൻ്റെ വീട്ടിലെ വാൻകയുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു നായയുടെ ജീവിതത്തെക്കാൾ വേഴ്സായിരുന്നു, മോശമായിരുന്നു. എങ്ങനെയാണത് വേഴ്സ് ആവുന്നത് ഞാൻ പറയാം. ഹി ഡിഡ്ന്റ് ഗെറ്റ് ഇനഫ് ഫുഡ്. അവന് ആവശ്യത്തിന് ഫുഡോ അല്ലെങ്കിൽ ഉറങ്ങാൻ ആവശ്യത്തിന് സമയമോ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഒരു ഓർഫണാണ്, നോക്കാനും പറയാൻ ആരുമില്ല. അപ്പോൾ അവനെ വളരെ മോശമായിട്ടാണ് ഇവർ ട്രീറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി നോക്കൂ, ഓരോരുത്തരും എങ്ങനെയാണ് വാൻകയെ ട്രീറ്റ് ചെയ്തത്. ദ മാസ്റ്റർ അലിയാക്കിൻ, ദ മിസ്ട്രസ് ആൻഡ് അതർ സീനിയർ അപ്രന്റൈസസ്. ഞാൻ പറഞ്ഞു ഓൾറെഡി, ഇവർ 3 പേരുമാണ് ഈ കഥയിലെ വില്ലന്മാർ. ആരൊക്കെയാണ്? മാസ്റ്റർ ആയിട്ടുള്ള അലിയാക്കിൻ, ദെൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ, പേരെവിടെയും പറയുന്നില്ല, അവിടെ മിസ്ട്രസ് എന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. പിന്നെയോ മറ്റുള്ള സീനിയർ അപ്രന്റൈസസ്, മുതിർന്ന തൊഴിൽ പഠിതാക്കൾ. ഇവരൊക്കെ വാൻകയെ വളരെ ക്രൂരമായിട്ടാണ് ട്രീറ്റ് ചെയ്തത്. ഓരോരുത്തരും എന്താണ് ചെയ്തത് നോക്കൂ. ഓക്കെ, ഇത് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ആദ്യം മാസ്റ്റർ ചെയ്ത ക്രൂരത എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. വൺസ് ദ മാസ്റ്റർ ബീറ്റ് വാൻക വിത്ത് എ സ്റ്റിറപ്പ് സ്ട്രാപ്പ്. ഒരിക്കൽ മാസ്റ്റർ വാൻകയെ ഒരു സ്റ്റിറപ്പ് സ്ട്രാപ്പ് വെച്ച്, ഒരു തുകൽ പട്ട എടുത്ത്, ബെൽറ്റ് പോലത്തെ ഒരു പട്ട എടുത്തിട്ട് സ്റ്റിറപ്പ് സ്ട്രാപ്പ് എടുത്തിട്ട് എന്ത് ചെയ്തു? ബീറ്റ് ചെയ്തു, പൊതിരെ തല്ലി. എന്തിനാണ്? ബിക്കോസ് ബൈ മിസ്റ്റേക്ക്, അറിയാതെ
ബൈ മിസ്റ്റേക്ക് അറിയാതെ ഹീ സ്ലെപ്റ്റ് അവൻ ഉറങ്ങിപ്പോയി വൈൽ ഹി വാസ് റോക്കിംഗ് ദർ ബേബി. അല്ലേ, വാൻക അലിയാക്കിൻ്റെ ബേബിയെ റോക്ക് ചെയ്യുന്ന സമയത്ത്, തൊട്ടിലാട്ടുന്ന സമയത്ത് അറിയാതെ ഉറങ്ങിപ്പോയ സമയത്ത് എന്ത് ചെയ്തു? ഒരു സ്റ്റിറപ്പ് സ്ട്രാപ്പ് വെച്ചിട്ട് വാൻകയെ ബീറ്റ് ചെയ്തു. അടുത്തത് മിസ്ട്രസ്. അല്ലേ, ഈ തള്ളച്ചി എന്താ ചെയ്തെന്ന് നോക്കിക്കോളേ, ഈ ക്രൂര എന്താ ചെയ്തെന്ന് നോക്കിക്കോളേ. ദ മിസ്ട്രസ് വൺസ് റബ്ബ് ദ ഹെഡ് ഓഫ് എ ഹെറിങ് ഓൺ ഹിസ് ഫേസ്. ഒരിക്കൽ മിസ്ട്രസ് വാൻകയോട് ഒരു ഹെറിങ് ക്ലീൻ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അല്ലേ, അപ്പോൾ ഹെറിങ് ക്ലീൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ വാൻക എന്ത് ചെയ്തു? അൺഫോർച്ചുനേറ്റ്ലി ഹീ സ്റ്റാർട്ടഡ് ഫ്രം ദ റോങ് എൻഡ്. അല്ലേ, അറിയാതെ റോങ് എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് മിസ്ട്രസ് എന്ത് ചെയ്തു? ആസ് എ പണിഷ്മെൻറ്റ് ഷീ റബ്ബ് ദ ഹെറിങ് ഓൺ ഹിസ് ഫേസ്. അവൾ ആ ഹെറിങ് എടുത്ത്, ഹെറിങ് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ കാണുന്ന ചാള, മത്തി പോലത്തെ ഒരു മീനാണ്. ആ മത്സ്യം എടുത്ത്, മീൻ എടുത്തിട്ട് അവൻ്റെ മുഖത്ത്, ഫേസിൽ എന്ത് ചെയ്തു? റബ്ബ് ചെയ്തു. ഹൗ ക്രൂവൽ ഷീ ഈസ്. ഇനി സീനിയർ അപ്രൻറ്റൈസസ് എന്താ ചെയ്യുന്നത്? ഈ അപ്രൻറ്റൈസസ് എന്താ ചെയ്തതെന്നറിയോ? ദേ മെയ്ഡ് ഫൺ ഓഫ് ഹിം. അവനെ കളിയാക്കി. അവരവനെ എന്ത് ചെയ്തു? കളിയാക്കി. ദേ മെയ്ഡ് ഫൺ ഓഫ് ഹിം ആൻഡ് സെൻഡ് ഹിം ടു ടാവേൺ. അവരവനെ ടാവേണിലേക്ക്, മദ്യശാലകളിലേക്ക്, ടാവേൺ എന്ന് പറഞ്ഞാൽ എന്താ? മദ്യശാലകളിലേക്ക് അയച്ചു. ടു ബൈ വോഡ്ക മദ്യം മേടിക്കാൻ വേണ്ടി. ആൻഡ് ഫോഴ്സ്ഡ് ഹിം ടു സ്റ്റീൽ മാസ്റ്റേഴ്സ് ക്യുക്കുംബർ. മാത്രമല്ല, മാസ്റ്ററിൻ്റെ തോട്ടത്തിൽ നിന്ന് ക്യുക്കുംബർ സ്റ്റീൽ ചെയ്യാൻ വേണ്ടി അവനെ ഫോഴ്സ് ചെയ്തു, അവനെ നിർബന്ധിച്ചു. എന്നിട്ട് പിടിച്ച അടി മൊത്തം ആർക്കാണ് കിട്ടുക? വാൻകയ്ക്കാണ് കിട്ടുക. സോ ദിസ് ഈസ് ഹൗ ദ പീപ്പിൾ മിസ്ട്രീറ്റഡ് വാൻക. ഓക്കെ, ആൻഡ് വാൻക ഡിസൈഡഡ് ടു റൈറ്റ് എ ലെറ്റർ സീക്രറ്റ്ലി ടു ഹിസ് ഗ്രാൻഡ് പാ. അങ്ങനെ ഈ ദുരിതങ്ങളൊക്കെ കുറിച്ച് ഇൻഫോം ചെയ്യാൻ വേണ്ടി വാൻക വളരെ സീക്രട്ടായിട്ട്, വളരെ രഹസ്യമായിട്ട് വില്ലേജിലുള്ള തൻ്റെ മുത്തശ്ശൻ കോൺസ്റ്റാൻറ്റിൻ മാക്കാറിച്ചിന്, സ്പെല്ലിംഗ് ഓർമ്മിച്ച് വെക്കണേ, കോൺസ്റ്റാൻറ്റിൻ മാക്കാറിച്ചിന് ഒരു ലെറ്റർ എഴുതാൻ വേണ്ടി തീരുമാനിച്ചു. ടെക്നിക്കലി ഇവിടെയാണ് നമ്മുടെ വാൻക എന്ന് പറഞ്ഞ ചാപ്റ്റർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തുടങ്ങുന്നത്. പക്ഷേ ഇത്രയും കാര്യങ്ങൾ ഇതിന് മുമ്പ് നടന്നിട്ടുണ്ട്. ഇതൊക്കെ വീണ്ടും തിരിച്ചു വരും. ടെക്സ്റ്റ് ബുക്കിൽ ഇത് പല സ്ഥലത്തായിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത് ഓർഡറിൽ പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്. എനിക്കിത് മനസ്സിലായിട്ടുണ്ടോ എന്ന് ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. സോ വാൻക എന്ത് ചെയ്തു? ഈ ദുരിതങ്ങളെക്കുറിച്ചൊക്കെ ഇൻഫോം ചെയ്യാൻ വേണ്ടി ഗ്രാൻഡ് ഫാദർ ഒരു കത്ത് എഴുതാൻ വേണ്ടി തീരുമാനിച്ചു. എക്സ്പ്ലെയിനിങ് ഹിസ് മിസറീസ്, അവൻ്റെ ദുരിതങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുക, വിശദീകരിച്ചുകൊണ്ട്. ആൻഡ് റിക്വസ്റ്റിംഗ് ഹിം ടു കം ആൻഡ് സേവ് ഹിം, വന്ന് തന്നെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ ആണേ. ഇനി നമ്മൾ വാൻകയുടെ മുത്തശ്ശന് വാൻക കത്തെഴുതുന്നത് എന്തുകൊണ്ട്? വാൻകയുടെ ഗ്രാൻഡ് ഫാദറിനെ കുറിച്ച് ഒന്ന് പഠിച്ചു വെക്കണം. ടെക്സ്റ്റ് ബുക്കിൽ അത് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. ആൻഡ് ഫോർ യുവർ ഇൻഫർമേഷൻ, ടെക്സ്റ്റ് ബുക്കിൽ 4-ാമത്തെയോ 3-ാമത്തെയോ പാരഗ്രാഫിൽ ഈൽ എന്ന് പറഞ്ഞൊരു പട്ടിയെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് ടെക്സ്റ്റ് ബുക്ക് വായിച്ച് നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യേണ്ട? പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. പക്ഷേ കോൺസ്റ്റാൻറ്റിൻ മാക്കറിച്ചിനെ കുറിച്ച്, ഗ്രാൻഡ് ഫാദറിനെ കുറിച്ച് അടിപൊളിയായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. നോക്കൂ, Vanka's grandfather, Konstantin Makarich, was a night watchman at Zivarev's estate. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ, നമ്മുടെ ഇതല്ലല്ലോ നമ്മൾ വരച്ചത്, ഇതല്ല. ഓക്കെ, ഇത് വേണ്ട നമുക്ക്. ശരി, ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കോൺസ്റ്റാൻറ്റിൻ മാക്രിച്ച് എന്ന് പറഞ്ഞ ഗ്രാൻഡ് ഫാദർ സിവറേവ്സ് എസ്റ്റേറ്റിൽ ആരാണ്? നൈറ്റ് വാച്ച്മാൻ ആണ്. സോ അത് തന്നെ ഇവിടെ പറയുന്നത്. വാൻകാസ് ഗ്രാൻഡ് ഫാദർ കോൺസ്റ്റാൻറ്റിൻ മാക്രിച്ച് വാസ് എ നൈറ്റ് വാച്ച്മാൻ അറ്റ് ഷിവറേവ്സ് എസ്റ്റേറ്റ്. ഹി വാസ് റിമാർക്കബിളി ലൈവ്ലി ആൻഡ് അജൈൽ. അല്ലെ, ഭയങ്കര ലൈവ്ലി ആയിട്ടുള്ള, ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള, ഭയങ്കര അജൈൽ എന്ന് പറഞ്ഞ വേർഡ് നമ്മൾ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ 3-ാമത്തെ പാരഗ്രാഫിൽ പഠിച്ചതാണ്. അല്ലേ, അജൈൽ എന്ന് പറഞ്ഞ വേർഡിൻ്റെ ഇംഗ്ലീഷ് മീനിങ് എന്താ? ഏബിൾ ടു മൂവ് ക്വിക്ക്ലി ആൻഡ് ഈസിലി എന്നാണ്. എളുപ്പത്തിൽ, വേഗത്തിൽ മൂവ് ചെയ്യാൻ പറ്റുന്ന എന്ന അർത്ഥത്തിലാണ് നമ്മൾ അജൈൽ. നമുക്ക് മലയാളത്തിലേക്ക് മാറ്റുമ്പോൾ ചുറുചുറുക്കുള്ള എന്ന് കൊടുക്കാം. സോ അദ്ദേഹം വളരെ ആക്റ്റീവ്, ലൈവ്ലി ആയിട്ടുള്ള, അജൈൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. വിത്ത് എ സ്മൈലിംഗ് ഫേസ്. എല്ലാ സമയത്തും അത് എന്താണ്? അദ്ദേഹം ഭയങ്കര സ്മൈലിംഗ് ആണ്. ആൻഡ് ഐസ് ബ്ലറി വിത്ത് ഡ്രിങ്ക്സ്. ഈ ബ്ലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ബ്ലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൾ ആൻഡ് അൺഫോക്കസ്ഡ് എന്നാണ്. അതായത് എപ്പോഴും മദ്യം കഴിച്ച് എപ്പോഴും ഒരുപാട് ആൽക്കഹോൾ കൺസപ്ഷൻ കൊണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണുകളിങ്ങനെ മങ്ങി ഡള്ളായിട്ട് അൺഫോക്കസ്ഡ് ആയിട്ട് ഉണ്ടാവാം. ഇനിയോ, ഹി വാസ് എ സ്മോൾ ലീൻ ഓൾഡ് മാൻ അബൌട്ട് 65 years. അല്ലേ, ഹൈറ്റ് കുറവാണ്, ലീൻ, മെലിഞ്ഞിട്ടാണ്. ഓൾഡ് മാൻ, ഏകദേശം അബൌട്ട് 65 years, ഏകദേശം 65 വയസ്സ് പ്രായമുണ്ട്. ആൻഡ് മെയ്ഡ് കമ്പനി വിത്ത് കുക്സ് ആൻഡ് കിച്ചൺ മെയ്ഡ്സ്. അല്ലെ, രാവിലെ പ്രത്യേകിച്ച് ജോലി, നൈറ്റ് വാച്ച്മാനാണ്, രാവിലെ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാത്ത സമയത്ത് അദ്ദേഹം ഷിവറേവ്സ് എസ്റ്റേറ്റിലെ അടുക്കളപ്പുറത്തുള്ള കുക്കുമായിട്ടും കിച്ചൺ മെയ്ഡുമായിട്ടും അടുക്കള ജോലിക്കാരുമായിട്ടൊക്കെ ചങ്ങാത്തം സ്ഥാപിക്കും. ഹി ഹാഡ് 2 dogs. അദ്ദേഹത്തിന് 2 പട്ടികളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അല്ല, എസ്റ്റേറ്റിലെ പട്ടികളാണ്. എന്തൊക്കെയാണ് അതിൻ്റെ പേര്? ഒന്നിൻ്റെ പേര് കഷ്താങ്ക എന്നാണ്, മറ്റൊന്നിൻ്റെ പേര് ഈൽ എന്നാണ്. പേരൊന്ന് ഓർമ്മിച്ച് വെക്കാം.
While writing, Van Gogh thought about cutting and decorating Christmas tree and other celebrations in his village. ഞാൻ പറഞ്ഞു വാൻഗയ്ക്ക് ഇപ്പോൾ എത്ര വയസ്സാടാ? വാൻഗയ്ക്ക് ഇപ്പോൾ 9 വയസ്സാണ്. വാൻക അവിടെ എത്തിയിട്ട് എത്ര മാസമായിട്ടേ ഉള്ളൂ? അലിയാക്കിൻ്റെ വീട്ടിലെത്തിയിട്ട് 3 മാസമായിട്ടേ ഉള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനു മുമ്പുള്ള 8 വർഷങ്ങളും വാൻക എവിടെയാണ് താമസിച്ചിരുന്നത്? ഷിവറേവിൻ്റെ എസ്റ്റേറ്റിലാണ്. സോ ഷിവറേസ് എസ്റ്റേറ്റിൽ എപ്പോഴും ക്രിസ്മസിൻ്റെ സമയത്ത് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ വേണ്ടി, ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു മരം, ഫിർ എന്ന് പറഞ്ഞൊരു മരം കട്ട് ചെയ്യാൻ വേണ്ടി പോകും. സോ ആരെ കട്ട് ചെയ്യാൻ വേണ്ടി പോവാം? അവിടുത്തെ ജോലിക്കാരനായിട്ടുള്ള തൻ്റെ മുത്തശ്ശനാണ്. സോ മുത്തശ്ശൻ്റെ കൂടെ ആരും അക്കമ്പനി ചെയ്യുമായിരുന്നു? വാൻക. അപ്പോൾ സ്വാഭാവികമായിട്ട് ക്രിസ്മസിന് വാൻകയ്ക്ക് ഇതുപോലുള്ള ഓർമ്മകളൊക്കെ വരികയാണ് കത്തെഴുതുന്ന സമയത്ത്. While writing, Van Gogh thought about cutting and decorating the Christmas tree. Van Gogh ക്രിസ്മസ് ട്രീ കട്ട് ചെയ്യാൻ പോകുന്നതും കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ അതിന് മുമ്പത്തെ വർഷം ക്രിസ്മസ് ട്രീ കട്ട് ചെയ്യാൻ പോകുന്നതും ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നതൊക്കെ ഓർമ്മിക്കുകയാണ്. ആരുടെ കൂടെ? മുത്തശ്ശൻ്റെ കൂടെ. ആൻഡ് അതർ സെലിബ്രേഷൻസ് ഇൻ ഹിസ് വില്ലേജ്, തൻ്റെ ഗ്രാമത്തിൽ അല്ലെങ്കിൽ ആ എസ്റ്റേറ്റിലുള്ള ആഘോഷങ്ങളെ കുറിച്ചൊക്കെ ഓർക്കുന്നു. He remembered the happy days when he was with his mother and his favorite ഓൾഗ ഇഗ്നറ്റിവേന. സോ ഷിവറേസ് എസ്റ്റേറ്റിലായിരുന്ന സമയത്ത് അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മയുടെ കൂടെയും ആ തറവാട്ടിൽ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഫേവറേറ്റ് ആയിട്ടുള്ള ഓൾഗ ഇഗ്നറ്റിവേനയും കൂടെയുള്ള സമയം അവൻ എന്ത് ചെയ്യുന്നുണ്ട്? ഓർക്കുന്നുണ്ട്. ഹിസ് ബീങ് നൊസ്റ്റാൾജിക്. ഹു taught him to read? ഈ ഓൾഗ ഇഗ്നറ്റിവേന എന്ന് പറഞ്ഞ ഈ സ്ത്രീയാണ് വാൻകെ വായിക്കാൻ, എഴുതാൻ, 100 വരെ എണ്ണാൻ ആൻഡ് ക്വാഡ്രിൽ എന്ന് പറഞ്ഞൊരു ഡാൻസ് ഫോം, ഇതൊക്കെ പഠിപ്പിച്ചത് ഓൾഗയാണ്. Van Gogh begged his grandpa to come and save him from the miseries. ഇതൊക്കെ ആലോചിച്ചിട്ട് വാൻ ഗ മുത്തശ്ശനോട് ബെഗ് ചെയ്യുന്നുണ്ട്. എന്ത്? എന്നെ എങ്ങനെയെങ്കിലും വന്ന് മുത്തശ്ശ നിങ്ങളൊന്ന് രക്ഷിക്കണം. വാൻ ഗ മുത്തശ്ശന് ഓഫർ കൊടുക്കുന്നുണ്ട്. എന്ത്? നിങ്ങൾ എന്നെ രക്ഷിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നിങ്ങളെ സഹായിക്കാം എന്നൊക്കെ വാൻ ഗ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. റൈറ്റ്? ആൻഡ് ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി. ഹി ഫിനിഷ്ഡ് റൈറ്റിംഗ് ദ ലെറ്റർ. അദ്ദേഹം അല്ലെങ്കിൽ ആ കുട്ടി ആ കത്ത് എഴുതി അവസാനിപ്പിച്ചു. ആൻഡ് റോഡ് ദ അഡ്രസ്. എന്നിട്ട് ആ കത്തിന് പുറത്ത് അഡ്രസ്സ് എഴുതി. നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു ട്രാജിക് സ്റ്റോറിയാണ്. ഇതൊരു ദുരന്ത കഥയാണ്. ദിസ് ഇസ് നോട്ട് എ ഹാപ്പി എൻഡിങ് സ്റ്റോറി. ദിസ് ഇസ് നോട്ട് എ ഹാപ്പിലി എവർ ആഫ്റ്റർ. ദിസ് ഇസ് എ ട്രാജിക് സ്റ്റോറി. എന്തുകൊണ്ടാണ് ഇത്രയൊക്കെ എഴുതി? അതായത് അലിയാക്കിനും മിസ്ട്രസും സീനിയർ അപ്രന്റീസസ് ഒക്കെ പോകുന്നത് കാത്തു നിന്ന് കഷ്ടപ്പെട്ടാണ് ഈ കുട്ടി കത്തെഴുതുന്നത്. ആ കത്തെഴുതിയിട്ട് അതിൻ്റെ മുകളിലൊരു അഡ്രസ്സ് കൂടി എഴുതി. ആ അഡ്രസ്സ് എന്താണ്? ഗ്രാൻഡ് ഫാദർ ഇൻ ദ വില്ലേജ്, ഗ്രാമത്തിലുള്ള മുത്തശ്ശന്. എന്നിട്ട് വീണ്ടും ആ കത്തിൽ ഒന്നുകൂടി അഡ്രസ്സിൽ ആഡ് ഓൺ ചെയ്യുന്നുണ്ട്, ടു കോൺസ്റ്റാന്റിൻ മാക്രിച്ച്. നോക്കൂ, റഷ്യ എന്ന് പറഞ്ഞ ഈ രാജ്യത്ത്, ഇത്രയും വലിയ രാജ്യത്തെ ഏതോ ഒരു കോണിലിരുന്ന് കുട്ടി ഒരു കത്ത് എഴുതുന്നു. ആ കത്തിൻ്റെ അഡ്രസ്സ് എന്താണ്? ഗ്രാൻഡ് ഫാദർ ഇൻ ദ വില്ലേജ് ടു കോൺസ്റ്റാന്റിൻ മാക്രിച്ച്. ആ കത്ത് അതിൻ്റെ റിസീവർക്ക് കിട്ടുമോ? ആ കത്ത് കോൺസ്റ്റാന്റിൻ മാക്രിച്ച് എന്ന് പറഞ്ഞാൽ വാൻകയുടെ മുത്തശ്ശന് കിട്ടുമോ? നെവർ, ഒരിക്കലുമില്ല. കാരണം ഗ്രാൻഡ് ഫാദർ ഇൻ ദ വില്ലേജ് എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിലുള്ള മുത്തശ്ശൻ എന്നാണ്. റഷ്യയിൽ ഒരു ഗ്രാമമേ ഉള്ളൂ, റഷ്യയിൽ ഒരു മുത്തശ്ശനേ ഉള്ളൂ. ഇനി റഷ്യയിലെ എല്ലാ ഗ്രാമത്തിലും ഓരോ കോൺസ്റ്റാന്റിൻ മാക്രിച്ചേ ഉള്ളൂ? അല്ലാന്നേ. അപ്പോൾ ഒരു കാലത്തും ആ കത്ത് ആർക്ക് കിട്ടാൻ പോകുന്നില്ല? മുത്തശ്ശന് കിട്ടാൻ വേണ്ടി പോകുന്നില്ല. ബട്ട് ദ പൂർ വാൻ ഗ ഡിഡ്ന്റ് നോ ദിസ്. നമ്മുടെ പാവം വാൻ ഗക്ക് ഇതൊന്നും അറിയണ്ടായിരുന്നില്ല. സോ കുട്ടി വളരെ ഹോപ്പ്ഫുള്ളി, പ്രതീക്ഷയോടുകൂടി എഴുതി, ഗ്രാൻഡ് ഫാദർ ഇൻ ദ വില്ലേജ് ടു കോൺസ്റ്റാന്റിൻ മാക്രിച്ച് ആൻഡ് ഡ്രോപ്പ് ദ ലെറ്റർ ഇൻ ദ ലെറ്റർ ബോക്സ്. വളരെ കഷ്ടപ്പെട്ട തണുപ്പത്ത് ബൂട്ട്സ് ഒന്നുമില്ലാതെ ഓടിപ്പോയിട്ട് ഈ കുട്ടി ലെറ്റർ ബോക്സിൽ ഈ കത്ത് ഇടുവാണ്, വിത്ത് ദ ഹോപ്പ് ദാറ്റ് സം ഡേ ഓർ വെരി സൂൺ ഹിസ് ഗ്രാൻഡ് ഫാദർ വിൽ കം ആൻഡ് സേവ് ഹിം. അല്ലേ? ഗ്രാൻഡ് ഫാദർ വന്ന് തന്നെ രക്ഷിക്കുമെന്ന്. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഗ്രാൻഡ് ഫാദറിന് ഈ കത്ത് കിട്ടുന്ന? ഗ്രാൻഡ് ഫാദർ വരുന്നു? ഇല്ല. നമുക്കറിയാം, റീഡേഴ്സിനറിയാം. He slept in the rosy hopes of his grandpa coming and taking him back to the village. He slept in the rosy hopes. അദ്ദേഹം വാൻ ഗ ശുഭപ്രതീക്ഷയോടുകൂടെ, റോസി ഹോപ്സോടുകൂടെ കിടന്നു. എന്താണ് ആ പ്രതീക്ഷ? ഹിസ് ഗ്രാൻഡ് പാ കമ്മിങ് ആൻഡ് ടേക്കിംഗ് ഹിം ബാക്ക് ടു ദി വില്ലേജ്. ഗ്രാൻഡ് പാ വന്ന് തന്നെ വില്ലേജിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നവരെ പോകുന്നത് പോലെ, ഈ ദുരിതത്തിൽ നിന്ന്, മിസറീസ് നിന്നൊക്കെ തന്നെ സേവ് ചെയ്യുന്ന പോലെ അലിയാക്കിൻ്റെ വീട്ടിൽ തന്നെ രക്ഷപ്പെടുന്നൊക്കെ എന്ത് ചെയ്തു? അവൻ സ്വപ്നം കണ്ടു. ഹീ ഡ്രീംഡ് ഓഫ് ഹിസ് ഗ്രാൻഡ് പാ റീഡിങ് ദ ലെറ്റർ ടു ദ കുക്സ്. അല്ലെ, താൻ അയച്ച കത്ത് മുത്തശ്ശനെ കിട്ടി. മുത്തശ്ശൻ അത് ഒരു സ്റ്റൗയുടെ അറ്റത്തിരുന്ന് ലെഡ്ജിലിരുന്ന് അവിടുത്തെ കുക്കിനും മെയ്ഡ്സിനും ഒക്കെ തൻ്റെ പേരക്കുട്ടിയുടെ കത്ത് വായിച്ചു കൊടുക്കുന്നത് വരെ വാൻ ഗ എന്ത് ചെയ്തു? സ്വപ്നം കണ്ട് കിടന്നുറങ്ങി. പക്ഷേ
പിറ്റേ ദിവസം രാവിലെ വാൻക എഴുന്നേൽക്കുമ്പോൾ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ബിക്കോസ് ദാറ്റ് ലെറ്റർ വിൽ നെവർ reach Constantin Makrich. That letter will never reach Vanka's grandfather, and Vanka is destined to suffer all the miseries. അല്ലേ? വാൻകയ്ക്ക് പിന്നെ എന്ത് സംഭവിച്ചെന്നോ വാൻക പിന്നീട് രക്ഷപ്പെട്ടോ എന്നോ ഒന്നും ഈ കഥയിൽ പറയുന്നില്ല. ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണ് ഈ കഥ അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഈ കഥയെക്കുറിച്ചുള്ള, ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള, ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞാനത് മുഴുവൻ വായിക്കാം. വാൻക എന്ന് പറഞ്ഞ കഥ ഒരു ബുദ്ധിമുട്ടുമില്ല, ഈ ഓർഡറിൽ പഠിച്ചാൽ ഗംഭീരമായി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിത്ത് ദാറ്റ് നോട്ട്, ദിസ് ഇസ് നാസർ ഫാറുദ്ദീൻ, നിങ്ങളുടെ സ്വന്തം നാച്ചു സാർ, സൈനിങ് ഓഫ് ഫ്രം സൈലം ലേണിംഗ്. ഹാപ്പി ലേണിംഗ് എവ്രിബഡി. താങ്ക് യു ഫോർ വാച്ചിങ്.